കാൽ നൂറ്റാണ്ടായി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് ഉടുമ്പൻചോല മണ്ഡലം. അവിടെ കോൺഗ്രസ് ഏതെല്ലാം നിരത്തിൽ നടത്തിയാലും അനുഭവിച്ചറിഞ്ഞ ജനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരും. സാമുദായിക ധ്രുവീകരണത്തിൻ്റെതായ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായ ഒരു സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഭാഗം വരാനുള്ള അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലത് പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് പറയേണ്ടത്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ CPM-ന്റെ ഇടുക്കി ജില്ലാ ഓഫീസ് സജീവമാണ്. വിവിധ തലത്തിലുള്ള പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. വിവിധ കമ്മിറ്റികൾ പുരോഗമിക്കുകയുമാണ്. ഈ ഘട്ടത്തിലാണ് ഇടുക്കി ജില്ലയുടെ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. ഓരോ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ മണ്ഡലത്തിലെ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി. ജില്ലാ സെക്രട്ടറിക്ക് ജില്ലയുടെ മൊത്തം കാര്യങ്ങൾ നോക്കണം. ഒരു നെഞ്ചിരിപ്പുണ്ടോ? ഒരു നെഞ്ചിരിപ്പില്ല. നെഞ്ചടിക്കേണ്ട കാര്യം ഞങ്ങൾ ചരിത്രപരമായ വിജയം ഇടുക്കി ജില്ലയെ സാമർഥ്യമാക്കും. തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ സമരമാണ്. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിൻ്റെ ഭാവി കേരളത്തെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. വികസന രംഗത്ത് ചരിത്രപരമായ മുന്നേറ്റം ഇടുക്കി ജില്ല ഉണ്ടാക്കിയിട്ടുണ്ട്. ആരംഭത്തിൽ ഞങ്ങൾ പറഞ്ഞ പോലെ 2016 പിണറായി സർക്കാർ ഇടുക്കി ജില്ലയിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലേ, ഇടുക്കി ജില്ല എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം തന്നെ വനഭൂമിയായി ചിത്രീകരിക്കപ്പെടുന്ന വനഭൂമിയായി മാറുന്ന ഘട്ടത്തിലാണ് 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ. ഇടുക്കി ജില്ലയുടെ ഭൂപടം തന്നെ യാഥാർത്ഥ്യമാക്കിയത് LDF ഗവൺമെൻറ്റാണ്. ഭൂപ്രശ്നങ്ങൾ സംബന്ധിച്ച് വികസന രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ആ നാടിൻ്റെ പുരോഗതിയെ ആഗ്രഹിക്കുന്ന ഒരാളുടെ അവൻ്റെ മൗലികാവകാശം ഉപയോഗപ്പെടുത്തേണ്ട സന്ദർഭമാണ് തെരഞ്ഞെടുപ്പ്. ഏതെങ്കിലുമുള്ള ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, വസ്തുതകൾ അവൻ്റെ ജീവിതാനുഭവത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം തന്നെ വെച്ചത്. അതുകൊണ്ട് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ കൈവിടില്ല. ഇടുക്കി ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൈവശം 4 മണ്ഡലങ്ങളുണ്ട്. ആ 4 മണ്ഡലവും ഞങ്ങൾ ജയിക്കും. എന്തെല്ലാം വിവാദ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇപ്പോൾ കണ്ടല്ലോ, കേരളത്തിൽ 33% ആളുകൾ പിണറായി സർക്കാർ അധികാരത്തോട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന പൊളിറ്റിക്കൽ വോട്ട്, സ്ഥാനാർത്ഥിമാരുടെ മികവ്, എല്ലാ സ്ഥാനാർത്ഥിമാരും ഒന്നിനൊന്ന് മികവായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും നല്ല മികവാർന്ന സ്ഥാനാർത്ഥി ഇവിടെ റോഷി. കാൽ നൂറ്റാണ്ട് ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതീക്ഷ നേടിയാണ്. രാജ നല്ല ജനപ്രതിനിധി എന്ന രൂപത്തിൽ ജനങ്ങളുടെ രാജ കോൺഗ്രസ്സാണ് കേസ് കൊണ്ടുവന്നത്. ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം, അവിടുത്തെ പാവപ്പെട്ട തമിഴ് വംശരായ ജനങ്ങളുടെ അവകാശത്തെ അവൻ്റെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റാത്ത കോടതി നടത്തി. ഞങ്ങൾ നിയമയുദ്ധം നടത്തിയാണ്. അപ്പോൾ രാജയുടെ വിജയം മാത്രമല്ല, അവിടുത്തെ തമിഴ് ജനതയുടെ ഉൾപ്പെടെയുള്ള ഭാവി നിലനിൽക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതിന് നിയമ പോരാട്ടം നടത്തിയ പാർട്ടി CPM അതിൻ്റെ ഭാഗമായിട്ടാണ് നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. മണിയാശാൻ്റെ പ്രവർത്തനങ്ങളിൽ 25 വർഷമാണ്. ജയചന്ദ്രൻ സഖാവിലൂടെയാണ് ഞങ്ങളെ മണ്ഡലം തിരിച്ചു പിടിച്ചത്. കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിച്ചത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിനേക്കാൾ ആയിരക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവസാന തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിക്കുമ്പോൾ 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ജയിച്ചത്. കാൽ നൂറ്റാണ്ടായി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കയ്യിലിരിക്കുന്ന മണ്ഡലമാണ് ഉടുമ്പൻചോല മണ്ഡലം. അവിടെ കോൺഗ്രസ് ഏതെല്ലാം നിരത്തിൽ നടത്തിയാലും അനുഭവിച്ചറിഞ്ഞ ജനങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരും. പിന്നെ ഒരു ചെറിയ ക്യാപ്പ് വന്നത് പീരുമേട്ടിൽ വാഴൂർ സ്വാമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ പ്രശ്നം പോലും പരിഹരിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വികസന തുടർച്ചയുടെ ഭാഗമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കൈവശമുള്ള 4 മണ്ഡലങ്ങൾ ഞങ്ങൾ നിലനിർത്തും. തൊടുപുഴയിൽ ഞങ്ങൾ നല്ല രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കും. അതിനനുകൂലമായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു ആശങ്കയില്ല. കണ്ണൂർ ഞങ്ങൾ വളരെ സജീവമായിട്ട് പാർട്ടിയാകെ സജീവമായത് കണ്ടില്ലേ? തന്നെയാണ്, രാവിലെ തന്നെ ആക്റ്റീവാണ്. ഈ കണ്ണൂർ പോലെ ഒരു ഇടതുകോട്ടയല്ല ഇടുക്കി. പക്ഷേ 2021 5-ൽ 4 മണ്ഡലങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. ആ 4 മണ്ഡലങ്ങൾ നിലനിർത്തുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നോ? നല്ല ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. ഒന്ന്, ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏകപരമായി പ്രവർത്തിച്ചു. സംഘടനാപരമായ നല്ല തയ്യാറെടുപ്പ് മുൻകൂട്ടി ഞങ്ങൾ എടുക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പാലിക്കപ്പെട്ടുകൊണ്ട് ആണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. സ്ഥാനാർത്ഥിമാരെ എല്ലാവരെയും തന്നെ ഈ മണ്ഡലങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ഞങ്ങളുടെ എല്ലാ സ്ഥാനാർത്ഥിമാരെ ഈ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ്. ആ അനുഭവിച്ചറിഞ്ഞ അവർ ജനപ്രതിനിധികളായാലും എങ്ങനെയാവും എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സ്ഥാനാർത്ഥിമാരുടെ മികവ് അക്കാര്യത്തിലുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലും ദേവികുളത്തും ടൈറ്റ് ഫൈറ്റ് നടന്നു എന്നാണ് LDF-ന്റെയും UDF-ന്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ദേവികുളത്ത് മുൻ MLA ആയിട്ടുള്ള S. രാജേന്ദ്രന്റെ വരവ് ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധിയാവുമോ? BJP-യിലേക്ക് രാജേന്ദ്രൻ പോയത് തന്നെ BJP-യുടെ അധപ്പതനം അവിടെ ആരംഭിച്ചിട്ടുള്ളതാണ് ശരി. കാരണം 4 വർഷക്കാലം MLA ആയിരുന്ന രാജേന്ദ്രൻ പ്രത്യശാസ്ത്ര പ്രശ്നങ്ങളുടെ പേരിലാണോ പോയതല്ല.
അധികാര സ്ഥാനത്തിന് വേണ്ടിയാണ് പോയത് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലുള്ള രാജേന്ദ്രൻ ആവർത്തിച്ചു. രാജേന്ദ്രൻ്റെ പാർട്ടി നടപടിയെടുക്കേണ്ടി വന്ന എന്തിനാ? 3 പ്രാവശ്യം MLA ആക്കി നിർത്തിയ പാർട്ടി, അത് പാർട്ടി പ്രത്യേകം മൂന്നാമത് മത്സരിക്കാൻ പാർട്ടി പ്രത്യേക അനുമതി കൊടുത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി, 3 പ്രാവശ്യം MLA ആയി. 4ാമത് പ്രാവശ്യം തനിക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് രാജേന്ദ്രൻ പോയത്. ഇപ്പോൾ തെളിയിക്കപ്പെട്ടില്ലേ? അപ്പം അത് ജനങ്ങൾ തിരിച്ചറിയാലേ. അതുകൊണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നല്ല മുന്നേറ്റം ഉണ്ടാക്കും. സാമുദായിക വോട്ടുകളുടെ ഏകീകരണം പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ടോ? സാമുദായിക ധ്രുവീകരണത്തിൻ്റെതായ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായ ഒരു സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഭാഗം വരാനുള്ള അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലത് പാർട്ടി സംസ്ഥാന നേതൃത്വമാണ് പറയേണ്ടത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അങ്ങനെ യാതൊരു വിധമായ സാമുദായിക ഏകീകരണത്തിൻ്റെതായ സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്ന് അവർ വിലയിരുത്തി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് നമുക്കൊരു ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകമായ അങ്ങനെ പ്രശ്നമില്ല. എന്തായാലും ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്റ്റീവാണ്. സാധാരണ വിവാഹത്തല എന്നൊക്കെ ഈ വിവാഹ വീട്ടുകളിലുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണോ അതിന് സമാനമായിട്ടൊരു സാഹചര്യം തന്നെയാണ് CPIM ഇടുക്കി ജില്ലാ ഓഫീസിലുള്ളത്. ആ പ്രതികരണം, ആ പ്രതീക്ഷ പങ്കുവയ്ക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള CV വർഗീസ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിമാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ ഇടുക്കി.